ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ പത്തരമാറ്റിന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ ആദർശും അതുപോലെ തന്നെ നയനയും കൂടി തിരിച്ചു വരുന്ന സമയത്ത് അനാമികയാണെന്നുണ്ടെങ്കിൽ ചൊറിച്ചിലോട് ചൊറിച്ചിൽ, ഇത് ചെയ്തവൻ്റെ നട്ടിലൊടിഞ്ഞ് വീഴും എന്ന് നമ്മുടെ ജാനകി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ആദ്യം അത് കേൾക്കുമ്പോൾ നവ്യക്കൊരു ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ലെന്ന രീതിയിൽ നവ്യ അവിടെ കൂസില്ലാതിരിക്കുകയാണ്. അതിനുശേഷം അനാമിക പറയുന്നുണ്ട്, എല്ലാം ചെയ്തിട്ട് ആ അനിയത്തി കറങ്ങാൻ പോയിരിക്കുക, ചേച്ചിയോടെ നിൽക്കുന്നുണ്ട്. അതെ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളതിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഖത്തൊക്കെ പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല, ഇത് ഞങ്ങളൊന്നും ചെയ്ത പരിപാടിയല്ല എന്ന് പെട്ടെന്ന് തന്നെ നവ്യ പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നവ്യയുടെ അമ്മയമ്മണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കും കേട്ടോ, എല്ലാം ചെയ്തിട്ട് അവളുടെ ഒരു അനക്കമില്ലാണ്ട് അവൾ നിൽക്കണ കണ്ടില്ലേ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ചൊറിയും നമ്മെ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമികയും അതുപോലെ തന്നെ ദേവയാനിയും ജലജയും എല്ലാവരും കൂടി ചൊറിച്ചിലാട്ടോ. അതിനുശേഷം കാണിക്കണം നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദർശനൊക്കെ തമ്മിൽ തിരിച്ചു വരുമ്പോഴേക്കും അനാമികയാണെങ്കിൽ കിടന്നുകൊണ്ടിരിക്കുകയായിരിക്കട്ടെ, പെട്ടെന്ന് ഇവരെ കാണുമ്പോൾ ചാടി എഴുന്നേക്കുവാണ്. എല്ലാം ഒപ്പിച്ചിട്ട് പോയിട്ട് കറങ്ങിയിട്ട് വരുക, ഭാര്യയും ഭർത്താവും തമ്മിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവയാനി പറയണ്ടേ, എടാ നീ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മുല്ലപ്പൂ മേടിച്ചു, അത് ഞാൻ മേടിച്ചു, തലയിൽ വെക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് അനാമിക മോൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് രണ്ടേ കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. എപ്പോഴാണ് നീ അതിൽ നായ്ക്കരണപ്പൊടി ഇട്ടത്? ഞാനങ്ങനെ ചെയ്തിട്ടില്ല അമ്മേ എന്ന് ആദർശ് പറഞ്ഞത്. അത് നിൻ്റെ ഭാര്യയായിരിക്കും. ഞാൻ ആ മുല്ലപ്പൂ കണ്ടിട്ട് പോലുമില്ല. കണ്ടില്ലേ വല്യമ്മേ, ഇവിടെ തലയിൽ മുല്ലപ്പൂ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന് അനാമിക പറയുമ്പോൾ, അതാണല്ലോ ശരിയാണല്ലോ, ഇവിടെ തലയിൽ മുല്ലപ്പൂ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതെ ഞാൻ പുറത്ത് പോയപ്പോൾ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തതാ എന്ന് ആദർശ് പറയണം. എന്തായാലും രണ്ടുപേരും കൂടി നല്ലൊരു പണിയാണ് എൻ്റെ അനാമിക മോൾക്ക് കൊടുത്തത്. അവൾക്ക് വെച്ച മുല്ലപ്പൂവിൽ നായ്ക്കരൻ്റെ പൊടി ഇട്ടല്ലേ? നായ്ക്കരൻ്റെ പൊടിയോ? അങ്ങനത്തെ ചീപ്പ് പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല എന്ന് നയനെ പറയാണ്. നീ അധികം പുണ്യാളത്തെയൊന്നും ചമയണ്ട എന്ന് അനാമിക പറയുമ്പോൾ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്കായിപ്പോയി എന്ന് പറയാണ്. വാ നയനെ എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനെ വിളിച്ചിട്ട് റൂമിലേക്ക് പോകുകയാണ്. അത് കാണുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ദേവയാനടുത്ത്, ഇപ്പോൾ എടുത്തിടാൻ മോൻ എടുത്തിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ, ഇപ്പോൾ ആകെ ഭാര്യയുടെ സാരിത്തുമ്പി തൂങ്ങി നടക്കാനല്ലോ അവൻ്റെ പണി എന്ന് പറയുമ്പോൾ, എന്ത് ചെയ്യാനാ, അവനിപ്പോൾ അങ്ങനെയായിപ്പോയി എന്ന് ദേവയാനിയും പറയാട്ടോ. അമ്മയെ ചൊറിഞ്ഞിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് അനാമിക ബഹളം ഉണ്ടാക്കുവാണ്. ശേഷം നമ്മുടെ നയൻ്റെ റൂമിൽ കേട്ട് പറഞ്ഞിട്ട്, എന്നാലും ഞാൻ ചെയ്യാത്ത കാര്യത്തിന് അവർ ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കണത് അതെനിക്ക് അറിയാലോ, അവർക്ക് തക്കതായ മറുപടി നീ കൊടുത്തും ചെയ്തല്ലോ, ഇനി മുതൽ തക്കതായ മറുപടി കൊടുക്കണേ നല്ലത്, അവളുടെ അഹങ്കാരത്തിന് തക്കതായ ശിക്ഷ തന്നെ അവൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ശിക്ഷ കിട്ടിക്കോളും, അങ്ങനെ ഒരുത്തർക്ക് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, മാല മോഷ്ടിച്ച കാര്യം പറഞ്ഞത് എന്താ നയനെ, നീ എന്നിൽ നിന്ന് വീണ്ടും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അത് അന്ന് മാല മോഷ്ടിച്ചില്ലേ, അതായത് അനാമികയുടെ തക്കാഴത്തി കെട്ടാൻ വെച്ച താലിമാല പൂജിക്കാൻ വെച്ചത് മോഷ്ടിക്കപ്പെട്ടില്ലേ, അതെൻ്റെ അമ്മയെടുത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് ആ ചെറിയമ്മയായിരുന്നല്ലോ, ശരിക്കും ആ മാല മോഷ്ടിച്ചത് ചെറിയമ്മ. അതെയോ? അവർ തന്നെയാ ഈ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനേക്കാളും അവരും അവരുടെ മോനുമാണ് എന്ന് പറയാണ്. അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് കാണിച്ചിട്ടാണ് ഇപ്പോൾ അവരെ ഞങ്ങൾ പേടിപ്പിക്കണത്. അത് ഏതായാലും നന്നായി, ഈ കാര്യം നിൻ്റെ അമ്മയടുത്ത് നീ പറഞ്ഞായിരുന്നു. പിന്നെ അമ്മ ഈ കാര്യങ്ങളൊക്കെ കാരണം പൊട്ടിത്തെറിക്കണതാണ്, പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ലേ, അതുകൊണ്ട് അമ്മ മിണ്ടാതിരിക്കുക, ആ വീഡിയോ കാണിച്ച് അവരെ പേടിപ്പിച്ച് നിർത്താലോ, അത് നന്നായി എന്ന് ആദർശം പറയാണ്. അതിനുശേഷം നമ്മുടെ നയനയുടെ ഫോണിലേക്ക് നവ്യ വിളിക്കുക കേട്ടോ. ചേച്ചി വിളിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ഞാൻ റൂമിൽ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നയന നവ്യയുടെ റൂമിൽ പോകുമ്പോൾ നവ്യ പറഞ്ഞിട്ട്, എടി നീ കണ്ടായിരുന്നു അവർ ചോറിയുന്നത്? കണ്ടായിരുന്നു, അവരുടെ മുല്ലപ്പൂല് എന്തോ പൊടി കലക്കിയെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കുറ്റപ്പെടുത്തി, അത് ശരിക്കും ഞാനാടി ഇട്ടത്. ചേച്ചി അപ്പം എപ്പോൾ ഇട്ടു എന്ന് പറയുമ്പോൾ, നിൻ്റെ ഭർത്താവ് നിനക്ക് മേടിച്ചിട്ട് മുല്ലപ്പൂ നിൻ്റെ അമ്മായിമ്മ മേടിച്ചുകൊണ്ട് പോയല്ലോ, അതുകൊണ്ട് ഞാനത് അവരുടെ കയ്യിൽ നിന്ന് നൈസായിട്ട് എൻ്റെ അമ്മായിമ്മനെ കൊണ്ട് മേടിപ്പിച്ചു. അതിനുശേഷം അതിൽ കുറച്ച് നായിക്കാരനെ പൊടി ഇട്ടിട്ട് അത് ഞാൻ അനിയുടെ റൂമിൽ കൊണ്ടേ വെച്ചു, അനി മേടിച്ചു കൊടുത്ത് വെച്ചിട്ട് അവളത് മണത്ത് തലയിലും വെച്ചു എന്ന് പറയാണ്. ഇപ്പം എന്തായാലും അവർ തമ്മിൽ ചുണ്ടും മുഖമൊക്കെ വീർത്തിരിക്കുന്നുണ്ട് ചേച്ചി എന്ന് നയനെ പറയുമ്പോൾ, വീർക്കട്ടെ, ഭക്ഷണം എത്ര കഴിച്ചാലും വണ്ണം വെക്കാത്തവളാ, ഇങ്ങനെയെങ്കിലും വണ്ണം വെച്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവ്യ നയനെ തമ്മിൽ ചിരിക്കുക കേട്ടോ. അതിനുശേഷം നയനയും അതുപോലെ തന്നെ ആദർശൂടെ അമ്പലത്തിൽ പോവാം. ആദർശ് പറയുന്നുണ്ട്, മുമ്പ് ഇവിടെ ഞങ്ങൾ തൊട്ടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം, പക്ഷേ ഇപ്പം നമുക്ക് നല്ലൊരു തൊട്ടിൽ കെട്ടണം, ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഇനിയൊരു കുഞ്ഞ് വേണം, മറ്റുള്ളവരെ പരാതി തീർക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ലാലിക്കാനും കൊഞ്ചിക്കാനും ഒരു കുഞ്ഞൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് തൊട്ടിലൊക്കെ കെട്ടുമായിട്ടോ. അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, താൻ യാത്ര പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ യാത്ര പോയിട്ടില്ല, നന്ദു നവ്യച്ചയൊക്കെ യാത്ര പോയിട്ടുണ്ട്, എന്നാൽ നമുക്കൊരു യാത്ര പോയാലോ? തൊട്ടിൽ കെട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോവാം, താൻ വീട്ടിലെ പണിയെടുത്ത് ആകെ മുഷിഞ്ഞ് പണിയെടുത്ത് മടുത്തിരിക്കുകയല്ലേ? അങ്ങനെയൊന്നും ഇല്ല ആദർശിട്ടാ, എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ താൻ പണിയെടുക്കണ കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, എല്ലാ പണിയും തീർത്ത് താൻ എനിക്ക് ഡിസൈൻ വരെ വരച്ച് തരുന്നുണ്ട്, എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാക്കണം, പിന്നെ തൊട്ടിൽ കെട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ദൈവങ്ങൾക്കുള്ളത് ദൈവങ്ങൾ ചെയ്തോളും, പക്ഷെ നമ്മുടെ പണി നമ്മൾ ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ നയന നാണത്തോട് കൂടി ചിരിക്കും കേട്ടോ. അങ്ങനെ നമുക്കൊരു ഹണിമൂണിന് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആലോചിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.